പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയായ കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ഇടപാടുകാരെ പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ജൂൺ 6-നാണ് ഫ്ളാറ്റ് റെയ്ഡ് നടത്തി പ്രതികളെ പിടികൂടിയത്. ഫസ്റ്റ് ഓൺ 24 നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. പറയൂ നിഖിൽ. 41 പേജുള്ള കുറ്റപത്രമാണ് ഇന്നിപ്പോൾ കോടതിയിൽ മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ളത്. ഇത് വലിയ കോളിളക്കമുണ്ടാക്കിയ കേസാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള 2 പേർ തന്നെ ഈ ഇടപാടുകാർക്ക് സഹായങ്ങൾ ചെയ്തു നൽകുകയും അവരെ ഈ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതായിരുന്നു കേസ്. ഇപ്പോൾ കേസിലെ 12 പ്രതികളാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആയിട്ടുള്ള ഈ പോലീസ് ഡ്രൈവർമാർ. ധനസമ്പാദനം ലക്ഷ്യമിട്ട് ലൈംഗിക വീഴ്ച നടത്തിയതാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. പോലീസുകാരായിട്ടുള്ള ആളുകൾ ഇടപാടുകാരെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചു നൽകിയെന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ജൂൺ 6-നാണ് ഈ ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തി പ്രതികളെ പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പോലീസിന് ആദ്യഘട്ടത്തിൽ ലഭ്യമായിരുന്നൊരു വിവരം എന്ന് പറയുന്നത് മലാപ്പറമ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് അവിടെ വെച്ച് പെൺവാണിഭം നടക്കുന്നു എന്നുള്ളതായിരുന്നു പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. തുടർന്ന് അവിടെ റെയ്ഡ് നടത്തിയതിൽ നിന്നാണ് വയനാട് ഇരുളം സ്വദേശിയായിട്ടുള്ള ബിന്ദു അടക്കം 9 പേരെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തുടരന്വേഷണത്തിലാണ് ഇതിൽ പോലീസുകാർക്കും ബന്ധമുണ്ട് എന്നുള്ളൊരു സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. നേരത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ബിന്ദുവുമായി സ്റ്റേഷനിൽ വെച്ച് ഈ പോലീസുകാർക്ക് അടുപ്പമുണ്ടാവുകയും തുടർന്ന് പിന്നീട് ഇവരുടെ സഹായികളായി തന്നെ ഈ പോലീസുകാർ മാറുന്നൊരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഇതിലൂടെ വലിയ ധനസമ്പാദനം ഈ പോലീസുകാർ നടത്തിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ബിന്ദുവിന്റെ സുഹൃത്ത് ഗൾഫിലുള്ള ബാലുശ്ശേരി വട്ടോളി ബസാർ സ്വദേശി അമനീഷ് കുമാറിന് കേസിലെ 10ാം പ്രതിയാണ്. ഈ 10ാം പ്രതി വിദേശത്തേക്ക് കടന്നിരിക്കുകയാണ്. ബാക്കി മുഴുവൻ പേരെയും പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നു. എന്തായാലും ഈ കേസിലാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം നൽകിയിട്ടുള്ളത്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 4-ലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ എല്ലാ പ്രതികളും കുറ്റം ചെയ്തു എന്ന് ഈ എല്ലാ പ്രതികൾക്കുമെതിരെയുള്ള കുറ്റം ഇതിൽ കൃത്യമായി ചുമത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഇതിൽ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളത് കൃത്യമായി അന്വേഷണത്തിലൂടെ വ്യക്തമായിട്ടുണ്ട്. ഇനി കോടതിയിലാണ് ഇതിന്റെ തുടർ നടപടികൾ അടക്കം ഉണ്ടാവുക. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണിത്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സഹായം തേടിയിട്ടുള്ള ഒരു കേസ്, ഒരു പെൺവാണിഭ സംഘം പ്രവർത്തിക്കുക, അതിന് മുന്നിൽ നിന്നുകൊണ്ട് ഇടപാടുകാരെ എത്തിച്ചു നൽകുന്ന രീതി പോലീസുകാർ അനുവർത്തിക്കുക, ഇതൊക്കെയാണ് ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ആ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.